നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റ് നോൺ ഡയറക്ഷണൽ നേച്ചറാണ് കാണിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി കൃത്യമായ ഒരു ഡയറക്ഷൻ കാണിക്കാതിരിക്കുകയും ചെയ്തു. രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവിൻ്റെ ഇമ്പാക്റ്റ് IT സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും പ്രകടമായിട്ടുണ്ട്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളും നിഫ്റ്റി IT ഇൻഡെക്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കഴിഞ്ഞ 2 സെഷനുകളിലായി നിഫ്റ്റി IT ഇൻഡെക്സ് 6% ഉയർന്നപ്പോൾ ബാങ്കിങ് സെക്ടറിലെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളായ ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, TCS, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ 3 മുതൽ 7% ഉയർന്നു. അതേസമയം രൂപയുടെ മൂല്യം ഇടിയുന്നതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതിനോടൊപ്പം തന്നെ ലാർജ് ക്യാപ് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഉടനീളം സെല്ലിംഗ് പ്രഷർ പ്രകടമാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് മാർക്കറ്റിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 23,769 എന്ന ലെവലിനെ ഇൻട്രാഡേയിൽ ടച്ച് ചെയ്തെങ്കിലും ക്ലോസിംഗ് 23,769 മുകളിൽ നൽകിയില്ല. അതായത് 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് മാർക്കറ്റിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഹഡിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 24,000-നടുത്ത് 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് കൂടിയുണ്ട്. ഈ 2 റെസിസ്റ്റൻസ് സോണുകളും വരും ദിവസങ്ങളിലും മാർക്കറ്റിൻ്റെ സ്ട്രോങ് ഹഡിൽസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ മാർക്കറ്റിൻ്റെ റെസ്പോൺസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 23,400 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. 23,400 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടമാവുകയാണെങ്കിൽ മാർക്കറ്റ് 23,250, 23,180 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 23,350-നും 24,000-നും അതായത് 23,850-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം വരും ദിവസങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. ശക്തമായ ഓർഡർ ഇൻഫ്ലോ, ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ്, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിലുണ്ടായ വർധനവ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിലും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഇക്കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പ്രമുഖ ബ്രോക്കേജ് ഫീമായ നവൂമ റെക്കമെൻഡ് ചെയ്യുന്നതും വരും സമയങ്ങളിൽ 15% മുകളിൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് തരാൻ ശേഷിയുള്ളതുമായ 2 സ്റ്റോക്കുകളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് സോളാർ ഇൻഡസ്ട്രീസ്. സോളാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് 18,000 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റോക്കിൽ സ്ട്രോങ് ബൈയിങ് പ്രകടമാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കാണ്. പ്രമുഖ ബ്രോക്കേജ് ഫീമായ നവൂമ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 20,000 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 15% അപ്സൈഡിലുള്ള ടാർഗറ്റ്. സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണം കമ്പനിയുടെ ROEയിൽ 30% വരുന്ന വർധനവും 2026-28 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 35%, റവന്യൂവിൽ 39% വളർച്ച കമ്പനി കൈവരിക്കാൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിലാണ്. ഈ മാർച്ച് ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 40% വർദ്ധിച്ച് 30,050 കോടിയായി മാറുകയും പ്രോഫിറ്റ് 130% വർദ്ധിച്ച് 1,000 കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 21,000 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് സോളാർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്കുള്ളത്. അതിൽ 18,000 കോടിയും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറുകളാണ്. കൂടാതെ 2027 ഫിനാൻഷ്യൽ ഇയറോട് കൂടി 2,050 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പാൻഷനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ഡിഫൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വന്നിരിക്കുന്ന ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ക്യാപെക്സ് നടത്തുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് നവൂമ സോളാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിലും പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സോളാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഡേറ്റ പാറ്റേൺ ആണ്. ഡേറ്റ പാറ്റേൺ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഇടിഞ്ഞ് 3,200 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡേറ്റ പാറ്റേണിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രോക്കേജ് ഫീമായ നവൂമ ബൈ എന്ന റേറ്റിംഗും 4,500 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മുമ്പ് ഡേറ്റ പാറ്റേണിന് 3,570 രൂപയുടെ ടാർഗറ്റായിരുന്നു നവൂമ നൽകിയത്.
ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ ഇടിവ് വന്നെങ്കിലും ഓപ്പറേറ്റിംഗ് മാർജിനും പ്രോഫിറ്റബിലിറ്റിയും ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റയർ 2026 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ റവന്യൂ 30% വർദ്ധിച്ച് 920 കോടിയായി മാറുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 24% വർധനവ് ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ഓർഡർ ഇൻഫ്ലോയിൽ വർധനവ് ഉണ്ടാവുകയും ഏകദേശം 2060 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്ക് ശക്തമായ ഓർഡറുകൾ കമ്പനി നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്ക് ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിൻ്റെ ഡീലിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂസ് വരുമ്പോൾ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 4350. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്ക് കൂടിയാണ് ഡേറ്റ പാറ്റേൺ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്